നീതി പ്രതീക്ഷയിലോ കേരളം എന്നുള്ളതാണ് ചോദ്യം. സ്മൃതി, ഉറപ്പായിട്ടും നീതി പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷയിലാണല്ലോ 8 വർഷം കടന്നു പോയിരിക്കുന്നത്. ആ പ്രതീക്ഷയിൽ കടന്നു പോകുമ്പോൾ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ ആ യുവനടി കടന്നു പോയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആ നീതി പ്രതീക്ഷയുണ്ട്. ഈ കാലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ കേസ് രാജ്യത്ത് തന്നെ ആദ്യമാണ് ഈ തരത്തിൽ. അതായത് കൊട്ടേഷൻ കൊടുത്ത് ബലാത്സംഗം ചെയ്യുക എന്നൊരു കേസ് രാജ്യത്ത് തന്നെ ആദ്യമാണ്. ആ നിലയ്ക്കാണ് അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിൻ്റെ നടന്ന സംഭവത്തിന് ശേഷം ആരൊക്കെ അവൾക്കൊപ്പം നിന്നു, ആരൊക്കെ അവൾക്കെതിരെ നിന്നു എന്നുള്ളതാണല്ലോ. ആ രൂപത്തിലാണ് കേരളത്തിൽ ചർച്ചയുണ്ടായിട്ടുള്ളത്. അവൾക്കൊപ്പം നിന്നവർ എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ലാത്ത പി ടി തോമസ് MLA അന്നെടുത്ത നിലപാട് അത് വളരെ പ്രധാനമാണ്. അന്ന് ലാൽ എന്ന സംവിധായകൻ്റെ വീട്ടിലേക്കാണ് ഈ നടി ആദ്യം ഓടിച്ചെല്ലുന്നത്. അവിടെ എത്തിയ ശേഷം അവിടെ എടുത്ത ആലോചനകൾ, അവിടെ പി ടി തോമസ് എടുത്ത നിലപാട്, അദ്ദേഹം പുറത്തു പറഞ്ഞ പ്രതികരണം, അതിൽ നിന്നാണ് കേസ് പുറത്തേക്ക് എത്തുന്നത്. ആ രൂപത്തിൽ ശക്തമായി അത് ഉന്നയിക്കപ്പെടുന്നത്. പിന്നെ ഉറപ്പായിട്ടും ഇത്രയും വർഷങ്ങൾക്കിടയിൽ എപ്പോഴെങ്കിലും നിരാശപ്പെട്ട് പിൻവാങ്ങാമായിരുന്നു, മടുത്ത് പിന്മാറാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യാതെ ആ ഒരു പോരാട്ടത്തിൽ ഉറച്ചു നിൽക്കുകയും ഞാനൊരു ഇരയല്ല, ഞാൻ വിക്ടിമല്ല എന്ന് പറയുകയും കൃത്യമായ ആ പ്രതികരണവുമായി മുഖത്തോടു കൂടി തന്നെ, മുഖം കാണിക്കട്ടെ എന്ന രൂപത്തിൽ തന്നെ പ്രതികരിച്ച് മുന്നോട്ട് വരുന്ന നടിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആ നിലയ്ക്ക് ആ കേസ് വളരെ പ്രധാനമാണ്. അതോടൊപ്പം തന്നെ ഈ 2017 ഫെബ്രുവരി 17 ആക്രമിക്കപ്പെട്ട ശേഷം നടന്ന സിനിമാ മേഖലയിലുണ്ടായ മാറ്റങ്ങളും, അന്ന് അവൾക്കൊപ്പം നിൽക്കും എന്ന് കരുതിയ, അല്ലെങ്കിൽ ആ സംഭവത്തിന് ശേഷം സിനിമാ മേഖലയിൽ എല്ലാവരും കൂടി ഒരു വൈകുന്നേരം ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ മഞ്ജു വാര്യർ നടത്തിയ പ്രതികരണം, ഇതൊരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് പറഞ്ഞ ആ വാചകത്തിൽ നിന്നാണ് ആ രൂപത്തിലുള്ള അന്വേഷണത്തിലേക്ക് അത് പോകുന്നത്. അത് ചെന്നെത്തിയത് എവിടേക്കൊക്കെയാണെന്ന് നമുക്കറിയാം. അത് സിനിമാ മേഖലയിൽ എങ്ങനെയൊക്കെയാണ് അത് പ്രതിധ്വനികൾ ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാം. എത്ര പേർ അവൾക്കൊപ്പം നിൽക്കുമെന്ന് കരുതിയ 10-25 പേരെങ്കിലും മൊഴി മാറ്റിയിട്ടുണ്ട്. ആ മൊഴി മാറ്റിയവർ സിനിമാ മേഖലയിലെ പ്രധാനപ്പെട്ടവരാണ്. അങ്ങനെ സിനിമയിൽ നിന്ന് തന്നെ മാറി നിൽക്കേണ്ടി വന്നവർ, അത് അവൾക്കൊപ്പം നിന്നവരുമുണ്ട്. അപ്പോൾ അന്ന് നമ്മൾ AMMA എന്ന് മാത്രം ആ സംഘടനയെ വിളിക്കാനും ഒരു കാരണമുണ്ട്. അന്ന് ഈ ആരോപണ വിധേയനായ പ്രതിയും അവിടെയുണ്ട്, ഈ ഇരയും, അല്ലെങ്കിൽ ഇര എന്നിപ്പോൾ പറയേണ്ടല്ല, അതിജീവിത. അന്ന് ആ ഇര പരിവേഷത്തിലൂടെ നിൽക്കുന്ന ആ ഘട്ടത്തിൽ, ആ സമയത്ത് ആ സംഘടന എടുത്ത നിലപാട്, ആ സംഘടന വാർത്താ സമ്മേളനങ്ങളിൽ അയാൾക്കൊപ്പം നിന്ന് ചിരിച്ച, കൂക്കി വിളിച്ച ചില ദൃശ്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് കൂക്കി വിളിച്ചവരിൽ ചിലരെങ്കിലും ഇന്നൊരു യാഥാർത്ഥ്യത്തിലേക്ക് എത്തുകയും ഇത് ഏത് രൂപത്തിൽ പ്രവർത്തിക്കേണ്ടതാണ്, അവൾക്കൊപ്പം നിൽക്കേണ്ടതാണ് എന്ന സമീപനത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം. മലയാള സിനിമാ മേഖല തന്നെ ഏത് രൂപത്തിൽ മാറി. അന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റുപാടും, നമ്മുടെ ഈ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്ത മറ്റൊരു ലോകമായിട്ടാണ് മലയാള സിനിമ നിന്നിരുന്നത്. എല്ലാ സിനിമാ ലോകം ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. അവിടെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യം, സ്ത്രീകളുമായി ബന്ധപ്പെട്ടെടുക്കുന്ന നിലപാടിനൊക്കെ നമ്മൾ പൊതുജീവിതത്തിൽ നമ്മൾ സ്ത്രീകളുമായി സംസാരിക്കുമ്പോൾ കാണിക്കുന്ന ഒരു മാന്യതയോ രീതിയോ ഒന്നുമല്ല. അപ്പോൾ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് അവിടെ സ്ത്രീകൾ അനുഭവിച്ചിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്ന രൂപത്തിലേക്ക് ഈ കേസ് ഒരു വഴി തെളിച്ചു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ WCC എന്നൊരു സംവിധാനം വരുന്നു. WCC എങ്ങനെയാണ് അവൾക്കൊപ്പം ഉറച്ചു നിന്നത്, ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത്? അവൾക്കൊപ്പം എന്ന് പറയുമ്പോൾ അവൾ എന്നത് ഒന്നല്ല, ഒരുപാട് അവൾമാരുണ്ടായിരുന്നു എന്ന രൂപത്തിലേക്ക് പിന്നീട് പല കാര്യങ്ങളും, അതായത് സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് ശ്രദ്ധയൊന്നുകയും അത് ചർച്ച ചെയ്യപ്പെടുകയും അതിലൊരു മാറ്റമുണ്ടാകുന്ന ചെയ്യുന്ന രൂപത്തിലേക്ക് ആ കാര്യങ്ങൾ പോവുകയും ചെയ്തു. അങ്ങനെ WCCയുടെ ഒരു വരവ്, WCC ഉണ്ടാക്കിയിരിക്കുന്ന മാറ്റം, അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇന്നിപ്പോൾ അമ്മ എന്ന് വിളിക്കാവുന്ന രീതിയിലേക്ക് ആ സംഘടന മാറുന്നുണ്ടെങ്കിൽ അതും ഇതിൻ്റെ ഒരു പോസിറ്റീവായ മാറ്റമാണ്. അതിലൊരു സ്ത്രീ തലപ്പത്തെത്തുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതായത് സിനിമാ മേഖലയിലെ മോശം പ്രവണതകൾക്കെതിരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കുന്നു. അതിൽ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ടോ, അല്ലെങ്കിൽ അതിൽ ഒരു മാറ്റം വരുത്താൻ മാത്രം ഉദ്ദേശിച്ചുള്ളതാണോ എന്നുള്ള ചർച്ചകളും ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൽ ക്രിമിനൽ സ്വഭാവത്തോടു കൂടി പ്രവർത്തിച്ചവർ, അവരുടെ പേര് പുറത്തു വരേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അവർ അങ്ങനെ തുടരാൻ അർഹരല്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പരാതികൾ പറഞ്ഞതും മൊഴികൾ കൊടുത്തവരുമായ പലരും അത് ആഗ്രഹിക്കുന്നില്ലായിരുന്നു. ഈ പ്രവണതയ്ക്ക് ഒരു മാറ്റം വന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അത് മാറി. ഏതായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സിനിമാ സെറ്റുകളിലൊക്കെ വലിയ രൂപത്തിലുള്ള മാറ്റമുണ്ടായിരിക്കുന്നു. അവൾ എന്ന് നമ്മൾ വിളിക്കുന്ന അതിജീവിത ഇപ്പോൾ വളരെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഈ സമൂഹത്തിലുണ്ട്, പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. മാത്രമല്ല, പൊതുസമൂഹത്തിൽ തന്നെ ഒരു മാറ്റം വന്നിട്ടില്ലേ? നമ്മളിപ്പോൾ കേട്ട പ്രതികരണങ്ങൾ നോക്കൂ, എല്ലാവരും അവൾക്കൊപ്പമാണ് നിൽക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ജനപ്രിയ നായകനുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഉയരുമ്പോൾ 2 തരത്തിലുള്ള ആലോചനകൾ ഉണ്ടാകും. ആ തരത്തിൽ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഈ കാലം മാറിയ മാറ്റത്തിനൊപ്പം തന്നെ ആളുകൾ അവൾക്കൊപ്പം നിൽക്കുന്നുണ്ട്.
മാത്രമല്ല ഒരു ബലാത്സംഗത്തിനിരയായ ഒരാളെ എങ്ങനെ കാണുന്നു സമൂഹം എന്നതിലും ഒരു മാറ്റം വന്നിരിക്കുന്നു. അതൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് പോസിറ്റീവായി തന്നെ ഞാൻ ആലോചിക്കുകയാണ്. ഇപ്പോൾ 10 പ്രതികളാണുള്ളത്. ഈ 10 പ്രതികൾക്കും ശിക്ഷ കിട്ടേണ്ടതുണ്ട്. പക്ഷേ കേസിൽ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്, പണം വാരി വിതറിയിട്ടുള്ള ആളുകളുടെ മൊഴിമാറ്റൽ ഉണ്ടായിട്ടുണ്ട്. അതിനുശേഷം കേസിനൊരു 2ാം ഘട്ടം ഉണ്ടാകുന്നു. ബാലചന്ദ്രകുമാർ, നമ്മൾ മറക്കാൻ പാടില്ല പേര്. ബാലചന്ദ്രകുമാർ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ധൈര്യപൂർവ്വം ബാലചന്ദ്രകുമാർ പറഞ്ഞ വെളിപ്പെടുത്തലുകളുണ്ട്. അതൊക്കെ തന്നെയും നമുക്ക് ഈ കേസിൽ ബലപ്പെടുന്ന കാര്യങ്ങളാണ്. അതായത് നമ്മുടെ മനസാക്ഷി പ്രതിക്കൂട്ടിൽ നിർത്തുന്ന കുറേ ആളുകളുണ്ട്. കാരണം നമ്മുടെ മുന്നിൽ വന്ന തെളിവുകളാണ്. അവർക്കൊക്കെ തന്നെ ശിക്ഷ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ മണിക്കൂറിൽ എനിക്കുള്ളത്. നമ്മുടെ കേസിൻ്റെ നാൾവഴികളിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യങ്ങളല്ല പല ഘട്ടങ്ങളിലും ഉണ്ടായിരുന്നത് എങ്കിൽ കൂടി പക്ഷേ അവസാന വിധി അവൾക്കൊപ്പമായിരിക്കുമെന്നുള്ള പ്രതീക്ഷ ഈ നിമിഷത്തിൽ വെക്കുകയാണ്. Meet the editors.